ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ കുർത്തിയിൽ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ടോപ്പിലാണ് ഞാനിന്ന് എംബ്രോയ്ഡറി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് 2 കളർ എംബ്രോയ്ഡറി ത്രെഡ്സാണ്. ഒരെണ്ണം ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്, അടുത്ത കളർ എന്ന് പറയുന്നത് ലൈറ്റ് റോസാണ്. ഇത് നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ടൈപ്പ് ഓഫ് ത്രെഡ്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ലൈറ്റ് ബ്ലൂ ത്രെഡാണ് എടുത്ത് നോക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ 2 നൂലാണ് ഇതിലുള്ളത്. ഇങ്ങനെയാണ് നൂലിടേണ്ടത്. അതിന് ശേഷം ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ആദ്യം സൂചി കുത്തുക. ഇങ്ങനെ കുത്തിയതിന് ശേഷം ഓക്കെ, താഴോട്ട് നമുക്ക് എത്ര വലുപ്പമുള്ള ഫ്ലവർ വേണോ അതിനനുസരിച്ച് നീളം കൂട്ടിയാൽ മതി. ഞാനിപ്പം ഇവിടെ താഴോട്ട് കുത്താണ്. ഇങ്ങനെ കുത്തിയില്ലേ? ഇങ്ങനെ കുത്തിയതിന് ശേഷം നമ്മൾ ആദ്യം കുത്തിയ പോയിന്റിൽ നിന്ന് വീണ്ടും കുത്താം. എന്നിട്ട് ഇതിൻ്റെ നേരെ തന്നെ ഇതേ സെയിം ലെങ്ത്തിൽ വീണ്ടും കുത്താം. ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കുത്തേണ്ടത് ഇവിടെ ഏകദേശം ഇവിടെ കുത്തി, എന്നിട്ട് ഈ മിഡിൽ പോയിന്റിലേക്ക് വീണ്ടും കുത്തി. പിന്നെ കുത്തേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ കുത്തി ആണല്ലേ. ഇപ്പം 4 ലൈൻസായി. ഇനി ഓരോന്നിൻ്റെയും മിഡിലിൽ കുത്താം. ഈ 2 മിഡിലായിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി നീറ്റ് ഉണ്ടായിരിക്കും. എല്ലാം നല്ല ലൈൻസ് എല്ലാത്തിനും നല്ല ഈക്വലായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോന്നിനും പല ലെങ്ത്തും അതുപോലെ പല ഗ്യാപ്പൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലൈൻസിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് അടിയിൽ കെട്ടിടാം. കെട്ടിടുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും എടുക്കാം. അപ്പോൾ ഇനി പെറ്റൽ തിന്നാൻ വേണ്ടി ഞാൻ അതുപോലെ തന്നെ ബ്ലൂ ത്രെഡ് എടുത്ത പോലെ തന്നെ വേറെ കളർ റോസ് ത്രെഡ് എടുത്ത് നോക്കുകയാണ്. 2 നൂല് തന്നെ എടുത്ത് നോക്കുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ കെട്ടിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതൊന്നുമില്ല, ജസ്റ്റ് ഓരോ ലൈൻ്റെയും മുകളിലായിട്ട് കുത്തുക. കുത്തിയിട്ട് ആ കുത്തിയ പോയിന്റ് തന്നെ വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇവിടെ ഇങ്ങനെ വയ്ക്കുക, ത്രെഡ് വലിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കുത്തുക. ഒരു വട്ടം കൂടി കാണിക്കാം. അടുത്ത ലൈൻ എടുത്തു, അതിൻ്റെ ഇവിടെ കുത്തി, അതായത് ജസ്റ്റ് ആ ലൈനിൻ്റെ തൊട്ട് മുകളിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. കുത്തി ആ കുത്തിയ പോയിൻ്റിൽ അവിടെ തന്നെ വീണ്ടും കുത്തി കുറച്ച് മുകളിലോട്ട് എടുത്തു. ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചു. അപ്പോൾ കെട്ട് വരാണ്ട് നോക്കണം. ഇങ്ങനെ വന്നിട്ട് താഴോട്ട് കുത്തി. അപ്പം ഇതുപോലെ ഇപ്പം നമുക്ക് 8 ലൈൻസ് ഉണ്ട്. അപ്പം 8 ലൈൻസിൻ്റെ മുകളിൽ ഫുള്ള് ചെയ്യാം.
ഇപ്പം നമ്മുടെ ഒരു ഫുള്ള് പൂവ് തുന്നി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പെറ്റൽസ് ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഡിസൈൻ ഉണ്ട്, അതായത് ലൈൻസ് മാത്രമായിട്ട് ചെയ്യാം. ഇത് വേണമെന്നില്ല, അങ്ങനെ ചെയ്താലും നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഇതുപോലെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഫസ്റ്റ് റോ ഇത് ഫസ്റ്റ് റോ അത് കഴിഞ്ഞിട്ട് 2 ഫ്ലവറിൻ്റെ മിഡിൽ, അപ്പോൾ അങ്ങനെ ഓരോ 2 ഫ്ലവറിൻ്റെ മിഡിലും ചെയ്ത് വരുമ്പോൾ താഴോട്ട് ലെങ്ത്ത് കുറഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒരു ഫ്ലവർ, ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഇങ്ങനെ ആദ്യം ഡിസൈൻ വരയ്ക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഓർഡറിൽ തുന്നി പോയാൽ മതി. ഫ്ലവർ ആയാലും നമുക്ക് ഡിസൈൻ വരച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ, വളരെ സിമ്പിൾ എംബ്രോയ്ഡറിയാണ്. പക്ഷേ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും. കൂടുതൽ ബ്ലാക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം.